Then എന്താണ്? Books are our best friends. Match the names of these books with their authors. എന്താണ്? ബുക്കും ഓതേഴ്സിന്റെ പേരും അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ? ഫസ്റ്റ് ബുക്ക് ദ പഞ്ചതന്ത്ര. ദ പഞ്ചതന്ത്ര അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ആരാണ് പഞ്ചതന്ത്ര? ആരോൺ. Who is the author written by Panchatantra? Which author? ആരോണിന്റെ ടെക്സ്റ്റിൽ ഏതാണ് ചെയ്തിട്ടുള്ളത്? എടുക്കുമ്പോ ഞാനില്ലായിരുന്നു. യൂട്യൂബ് ക്ലാസ് കണ്ടിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരോൺ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് യൂട്യൂബിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്? Guys, who is written by Panchatantra? Vishnu Sharma. Yes. Vishnu Sharma is written Panchatantra. And the Adventures of Tom Sawyer. Who is written this? Adventures of Tom Sawyer. ആരാണ് മോളെ സെൽന? Mark Twain. Okay, Mark Twain. Mark Twain is written The Adventures of Tom Sawyer. And number 3, Gulliver's Travels. Gulliver's Travels. ആരാണ് Gulliver's Travel ചെയ്തിട്ടുള്ളത്? ആരാണ് മോളെ ബെനീറ്റ? Jonathan Swift. Jonathan Swift is written The Gulliver's Travel. Then number 4, Robinson Crusoe. Number 4, Robinson Crusoe. He's written which book? Edwin, Robinson Crusoe. Daniel Defoe. Robinson Crusoe. Then ആരോൺ ചെയ്യുന്നുണ്ടോ? Then 5th, Alice in Wonderland. Alice in Wonderland. ആരാണ് മോളെ റിലു? Lewis Carroll. Yes, Lewis Carroll is Alice in Wonderland. Then 6, The Adventures of Rusty. Adventures of Rusty is written by who? അജ്സൽ. ആരാണ് അത് ചെയ്തിട്ടുള്ളത്? അൺമ്യൂട്ട് ചെയ്തേ. ഏതാ ടീച്ചറെ? എവിടെയാണ് ശ്രദ്ധിച്ചത്? ക്ലാസ്സിൽ ശ്രദ്ധിക്കുമല്ലേ ചെയ്യുന്നത്? വായിച്ചേ. The Adventures of Rusty. Who is written that book? Tolkien. ആണോ? ആണോ? ശരിയാണോ അച്ഛൽ പറഞ്ഞത്? Yes. ആര് പറഞ്ഞു ശരിയാണെന്ന്? ഏതാണ് മോളെ ജൂലിയറ്റ്?
വായിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, ഏതാണ്, എത്രാമത്തെയാണ് ഒന്ന് പറഞ്ഞേ? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റസ്റ്റി എത്രാമത്തെ ആൻസർ ആണ് എഴുതിയിട്ടുള്ളത്? ജെ. റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് അല്ലേ? Yes. Yes, okay. Then the adventures of Rusty is Ruskin Bond. Then next, the Jungle Book. Jungle Book. Who is written the Jungle Book? Arana Jevin. Who is written? Unmute ide. Okay. J.R.R. ആണോ? ആണോ? JRR ടോക്കിൻ ആണോ? നോ. അലൻ. റസ്കിൻ ബോണ്ട്. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റസ്റ്റി അപ്പൊ ആരാണ് എഴുതിയത്? അപ്പൊ അലൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റസ്റ്റി ആരാണ് എഴുതിയിട്ടുള്ളത്? മാർക്ക് ട്വെയിൻ ആണോ? അലൻ ആദ്യം മുതൽ ഒന്ന് വായിച്ചേ. അലൻ, ദ പഞ്ചതന്ത്ര. ഹു ഈസ് റിട്ടൺ ദ പഞ്ചതന്ത്ര? ഒന്ന് വായിച്ചേ. പഞ്ചതന്ത്ര Then second, രണ്ടാമത്തെ ബുക്കിന്റെ പേരൊന്ന് വായിച്ചേ. ആൻഡ് ഹു ഈസ് റിട്ടൺ ദാറ്റ്? Second one, Mark Twain. Then third, Jota. okay. Then fourth one, Fourth, then Danile, Daniel before. yes. Then fifth, Lewis Carroll. okay. Then seventh, sorry, sixth, the Adventures of Rusty. J.R.R. Tolkien. ആണോ? ശരിയാണോ? നോ, തെറ്റാണ്. Then Sana. ആണോ? ഓക്കെ, യൂട്യൂബ് ക്ലാസ് ഒന്ന് കാണണേ മോളെ, എന്നാലേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. Then നജ ഫാത്തിമ. പറയും മോളെ. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റസ്റ്റി ആരാണ് എഴുതിയിട്ടുള്ളത്? ടോഷിൻ. The Adventures of Rusty. Who is written that book?
J. RUSKIN. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യാണ് കുട്ടികളെ? ഞാൻ ഒരു പേര് എത്ര തവണ വായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? എന്താണത് വായിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കൂടെ? നിങ്ങളോട് എത്ര തവണ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്ക്. കഴിഞ്ഞ ദിവസം എടുത്തിട്ട് അവസാനിപ്പിച്ചിട്ട് പോയ പോർഷനാണിത്. കുറേ നമ്മൾ പറഞ്ഞു. ഇപ്പൊ വായിച്ചതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത പേരാണ്. Six, The Adventures of Ruskin Bond. Then 7, The Jungle Book is Rudyard Kipling. Rudyard Kipling is എന്താണ്? The Jungle Book. The Lord of the Rings, 8th one. The Lord of the Rings. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? Okay, Selna. J.R.R. Tolkien. J.R.R. Tolkien. Yes. The Lord of the Rings. Then 9th. Kidnapped എന്ന് 9th. ആരാണ് എഴുതിയിട്ടുള്ളത്? ആരാണ്? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, എഡ്വിൻ. R.L. Stevenson. R.L. Stevenson. R.L. Stevenson is kidnapped. Then last one, Harry Potter and the Deathly Hallows. Harry Potter and the Deathly Hallows. ഹാരി പോട്ടർ സീരീസിന്റെ റൈറ്റർ ആരാണ് എന്നുള്ളത്. നിങ്ങൾ ഹാരി പോട്ടറിന്റെ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും? യെസ്, ഹാരി പോട്ടറിന്റെ ഫിലിംസ് ഒക്കെ ഒന്ന് കാണണം. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്റ്റാർ മൂവീസിലോ അങ്ങനെയൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ എന്താണ്, യൂട്യൂബിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹാരി പോട്ടർ ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും പഠിക്കാൻ വേണ്ടി വരുന്നതാണ്. ആരാണ് അതിന്റെ റൈറ്റർ എന്നൊക്കെ ഉള്ളത്? JK റൗളിംഗ് ആണ് ഹാരി പോട്ടർ. JK റൗളിംഗ്. അപ്പോൾ ഈ ഹാരി പോട്ടറിന്റെ ഫിലിമൊക്കെ ഇപ്പൊ കണ്ട എന്താണ്, February 15 തൊട്ട് എക്സാം ആണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾ വെറുതെ കളയുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഫിലിംസ് ആണ് അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, JK റൗളിംഗ്. ഫിനിഷ് ചെയ്തില്ലേ? എന്താണ് മോളെ സന? ടീച്ചറെ 1 മുതൽ 7 വരെ ഒന്ന് പറഞ്ഞുതരോ? മോളെ ആ യൂട്യൂബ് ക്ലാസ് ഒന്ന് കണ്ടാ മതി കേട്ടോ മോളെ സന. ജസ്റ്റ് ഞാനിപ്പോ ഒന്ന് പറയാം, എന്നിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ മോള് യൂട്യൂബ് ക്ലാസ് ഒന്ന് കാണണേ. നമ്മൾ ഇനി ചിലപ്പോ പതുക്കെ പറഞ്ഞു പോകുമ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ പെട്ടെന്ന് ഒന്ന് പറയാം, എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ക്ലാസ് കണ്ടാൽ മതി. ഞാൻ പറയുമ്പോൾ മോളൊരു കാര്യം ചെയ്യുക, അതിന്റെ നമ്പർ ഇട്ട്, ആൽഫബറ്റിക്സ് ആണല്ലോ അവിടെ തന്നിട്ടുള്ളത്, ആ ലെറ്റർ അവിടെ സൈഡിൽ എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തതിന് ഏത് ലെറ്റർ ആണ്, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് മാച്ച് ചെയ്യാം. ഫസ്റ്റ് ദ പഞ്ചതന്ത്ര, ദാറ്റ് ഈസ് വിഷ്ണു ശർമ്മ. നമ്പർ ഡി. പഞ്ചതന്ത്ര ഡി. ആൻഡ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, H. Adventures of Tom Sawyer, H. And 3, Gulliver's Travels, A. Gulliver's Travels, A. Then Robinson Crusoe, I. Robinson Crusoe, I. ക്ലിയർ ആക്കാനുള്ളവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാ, എഴുതി വെക്കുക. Then 5th എന്താണ്, ആലീസ് ഇൻ വണ്ടർലാൻഡ്, B. ആലീസ് ഇൻ വണ്ടർലാൻഡ്, B. ആരാണ്? ലെവിസ് കാരോൾ, B. Then 6th, The Adventures of Rusty, J. Ruskin Bond, J. Adventures of Rusty is J. Then The Jungle Book is E. Rudyard Kipling, E.
Then 8. The Lord of the Rings is C. J.R.R. Tolkien. The Lord of the Rings is C. Then 9th kidnapped. നമ്മൾ പറഞ്ഞതാണ് അല്ലേ? R.L. Stevenson. And 10 Harry Potter and the Deathly Hallows is J.K. Rowling. Okay. Then എന്ത് ചെയ്യാം നമുക്ക് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ നോക്കാം അല്ലേ? Read the clues and write the names of these Indian cities. Choose from the box. അവിടെ എന്താണ് ക്ലൂസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ, ഫവാസ്, നിത വീഡിയോ ഓൺ ചെയ്തേ 3 പേരും. നമ്മൾ ഇങ്ങനെയുള്ള വർക്കൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്കറിയാം. ആ ക്ലൂ വായിക്കുക, അത് ഏത് ഇന്ത്യൻ സിറ്റി ആണ് എന്ന് ഫൗണ്ട് ചെയ്യാം. അവിടെ ഒരു കോളത്തിൽ എന്ത് തന്നിട്ടുണ്ട്? കുറെ ഇന്ത്യൻ സിറ്റീസിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് ഏത് സിറ്റി ആണ് അത് എന്നുള്ളത്. അവിടെ തന്നിട്ടുള്ള പേരുകൾ എന്തൊക്കെയാണ് നോക്കാം. ഗുവാഹത്തി, ഹൈദരാബാദ്, ചണ്ഡീഗഡ്, ബംഗളൂരു, പാറ്റ്ന, ലക്നൗ ആൻഡ് ജയ്പൂർ. These are the famous Indian cities. Okay. Guwahati, Hyderabad, Chandigarh, Bengaluru, Patna, Lucknow, Jaipur. And we will find out which city is this and reading this clues. First one ഒന്ന് വായിച്ചു മോളെ റിലു. Why are you so gloomy today? റിലു എന്തു പറ്റി? എന്താണ് റിലുവിന് ഇപ്പൊ ഒരു ഉഷാറില്ലല്ലോ പഴയ പോലെ? എന്താണ് മോളെ, പഠിക്കുന്നുണ്ടോ? എക്സാം ആണ് 15th എല്ലാരും അറിഞ്ഞില്ലേ? ഫെബ്രുവരി 15 എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ മോളെ റിലു, ഫസ്റ്റ് ക്ലൂ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് വൺ, I am a Anisian territory. I am a union territory. I am a union territory and the capital of 2 states. I have the beautiful rock garden. Yes, I am a union territory and the capital of 2 states. 2 സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റലുമാണ് ഞാൻ. എന്താണ്? ഒരു യൂണിയൻ ടെറിട്ടറിയുമാണ് അല്ലേ? ഞാൻ ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ്. പിന്നെ എൻ്റെ അടുത്ത് എന്തുണ്ട്? ഐ ഹാവ് ദ ബ്യൂട്ടിഫുൾ റോക്ക് ഗാർഡൻ. റോക്ക് ഗാർഡൻ ഉണ്ട്. അവിടെ റോക്ക് ഗാർഡന്റെ എന്ത് തന്നിട്ടുണ്ട്? പിക്ചർ തന്നിട്ടുണ്ട്. നോക്കാം. അതാണ് റോക്ക് ഗാർഡൻ. എന്താണ്? കല്ലുകൾ കൊണ്ടുള്ള, കല്ല് നല്ല ഭംഗിയിൽ കെട്ടി വൃത്തിയാക്കിയിട്ടുള്ള റോക്ക് ഗാർഡൻ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, സെൽന ആൻഡ് ആദിത്. ഓക്കെ മോനെ, ആദിത് ഏതാണ് ആൻസർ? അൺമ്യൂട്ട് ചെയ്തേ മോനെ, പറ്റുന്നില്ലേ? ചണ്ഡീഗഡ്. യെസ്, ചണ്ഡീഗഡ് ആണ് അതിന്റെ ആൻസർ. ഐ എം എ യൂണിയൻ ടെറിട്ടറി and the capital of 2 states. I have the beautiful rock garden is Chandigarh. നോട്ട്ബുക്കിലേക്ക് എഴുതണം. ബുക്സ് ആൻഡ് ഓതേഴ്സ് എഴുതണം. ദെൻ ബുക്സ് എഴുതുക, ഓതേഴ്സിന്റെ പേര് എഴുതുക. ദെൻ ഈ ക്ലൂസ് എഴുതുക, ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതും എഴുതണം കേട്ടോ. Chandigarh. I am a union territory and the capital of 2 states. I have the beautiful rock garden is Chandigarh. Then number 2. Selna. Guwahati. Okay, Guwahati. A description ഒന്ന് വായിച്ചേ മോളെ. അവിടെ തന്നിട്ടുള്ള ക്ലൂ ഒന്ന് വായിച്ചേ. I am the biggest city of Assam. I am famous for the Kamakya temple. Yes, I am the biggest city of Assam.
ആസാമിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണ് ഞാൻ. ആൻഡ് ഐ എം ഫേമസ് ഫോർ ദ കാമാഖ്യ ടെമ്പിൾ. കാമാഖ്യ ടെമ്പിൾ എവിടെയാണ്? ആസാമിലെ ഗുവാഹത്തിയിലുള്ള കാമാഖ്യ ടെമ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഗുവാഹത്തിയാണ് അതിന്റെ ആൻസർ. ആസാമിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിറ്റിയാണ് ഞാൻ. എൻ്റെ അടുത്ത് ഫേമസ് ആയിട്ടുള്ള കാമാഖ്യ ടെമ്പിൾ ഉണ്ട്. എന്താണ്? കാമാഖ്യ ടെമ്പിളിന്റെ പിക്ചേഴ്സും അവിടെ തന്നിട്ടുണ്ട്. നോക്കുക. ദിസ് ഇസ് ദ ഫേമസ് കാമാഖ്യ ടെമ്പിൾ ഇൻ ഗുവാഹത്തി. ഓക്കെ. നമ്പർ 2, ഗുവാഹത്തി. ഗുവാഹത്തി. Okay, then number 3 ഒന്ന് വായിച്ചു മോളെ ബെനീറ്റ. I am known as the Garden City. I was earlier called Bengaluru. Yes, I am known as the Garden City. I was earlier called Bangalore. ഇപ്പോ ബംഗളൂരു അല്ലേ? ബംഗളൂരുണ് അതിന്റെ ആൻസർ. I am known as the Garden City. I was earlier called Bangalore and Bengaluru. Yes, Bengaluru. Then 4th, Jevin. I am the capital of Rajasthan. I am also known as the Pink City, Jaipur. Yes, I am the capital of Rajasthan and I am also known as the Pink City. എന്താണ്? ഞാൻ രാജസ്ഥാന്റെ ക്യാപിറ്റൽ ആണ്. And I am also known as the Pink City എന്നും ഞാൻ അറിയപ്പെടുന്നുണ്ട്. ജയ്പൂർ എന്നാണ് ആൻസർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നു. ഞാൻ ആരാണ്? രാജസ്ഥാന്റെ തലസ്ഥാനവുമാണ്. Then 5th ഒന്ന് വായിച്ചേ മോളെ നജ ഫാത്തിമ. I have the grand Charminar. People who want to buy pearls visit me. Yes, I have the Grand Charminar. ആൻസർ കിട്ടിയിട്ടുണ്ടോ നജ? I have the Grand Charminar. എൻ്റെ അടുത്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ചാർമിനാർ ഉള്ളത്. ആൻഡ് പീപ്പിൾ ഹു വാണ്ട് ടു ബൈ പേൾസ് വിസിറ്റ് മീ. പേൾസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ്? പേൾസ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്തേക്കാണ് വരാറ്. എവിടെയാണ്? ഹൈദരാബാദ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഹൈദരാബാദ്. ഓക്കെ, Hyderabad. Then next, Adit. I am situated along the banks of river Ganga. I was early called എന്താണ് മോനെ ആൻസർ കിട്ടിയിട്ടുള്ളത്? പാറ്റ്ന ആണോ? യെസ്. I am situated along the banks of river Ganga. ഗംഗാ നദിയുടെ തീരത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. എന്നെ ആദ്യം I was earlier called പാടലിപുത്ര. എന്നെ പണ്ട് പാടലിപുത്ര എന്നാണ് വിളിച്ചിരുന്നത്. ആ സ്ഥലത്തിന്റെ പേര് മുമ്പ് പാടലിപുത്ര എന്നായിരുന്നു. ഇപ്പോ എന്തായി? പാറ്റ്ന എന്ന് ആയി മാറി. സോ 6th is പാറ്റ്ന. Then guys, Lucknow.
My chicken embroidery is very famous. River Gomdi flows through me. Yes. എന്താണ് ആൻസർ? Lucknow. ലക്നൗ ആണ്. എന്താണ്? മൈ ചിക്കൻ എംബ്രോയിഡറി ഈസ് വെരി ഫേമസ്. എന്താണ്? അവിടുത്തെ ചിക്കൻ കറി വളരെ ടേസ്റ്റ് ഉള്ളതാണ് എന്നാണോ പറയുന്നത്? ആണോ? ആണോ? അല്ല. അവിടെ എന്താണ്? മൈ ചിക്കൻ എംബ്രോയിഡറി ഈസ് വെരി ഫേമസ്. ചിക്കൻ എംബ്രോയിഡറി എന്താണ്? ഒരു എംബ്രോയിഡറി വർക്കാണ്. ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന എംബ്രോയിഡറി വർക്ക് ഉണ്ടല്ലോ, ചിക്കൻ ആൻഡ് കലംകാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഉണ്ട്. കലംകാരി വർക്കൊക്കെ ഉണ്ട്, ഡ്രസ്സിൽ ചെയ്യുന്നതാണത്. സോ അത് എൻ്റെ നാട്ടിൽ ഉള്ള ചിക്കൻ എംബ്രോയിഡറി വർക്ക്, ചിക്കൻ വർക്ക് വളരെ ഫേമസ് ആണ്. ആൻഡ് റിവർ ഗോംതി ഫ്ലോസ് ത്രൂ മീ. എൻ്റെ അടുത്ത് കൂടെയാണ് ആര് പോകുന്നത്? ഗോമതി റിവർ ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. ആരാണ്? ലക്നൗ ആണ് സ്ഥലം. ലക്നൗവിലാണ് ഗോമതി റിവർ. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ എംബ്രോയിഡറി വർക്കും വളരെ പോപ്പുലർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, I'm a union territory and the capital of 2 states. I have the beautiful rock garden is Chandigarh. And second, I'm the biggest city of Assam. I'm famous for the Kamakya temple, Guwahati. And I'm known as the garden city. I was earlier called Bangalore. It is Bengaluru. And I am the capital of Rajasthan. I'm also known as the pink city is Jaipur. And I have the Grand Charminar. People who want to buy pearls visit me is Hyderabad. I am situated along the banks of river Ganga and I was earlier called Padaliputra, that is Patna. And seventh, my chicken embroidery is very famous. River Gomti flows through me, that is Lucknow. Clear? എല്ലാവരും ഫിനിഷ് ചെയ്തില്ലേ? Then next page, page number 226, 227. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. എന്താണ് 226-ലുള്ളത്? എന്താണ്? ഫേമസ് ആയിട്ടുള്ള ഈ ആർട്ട് അല്ലേ? ഈ ആർട്ടൊക്കെ ഏത് സ്ഥലത്തിൻ്റെ ആണ്, ഏത് സ്റ്റേറ്റിൻ്റെ ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കേരള, ഒറീസ, മണിപ്പൂർ, ഇത്രയും സ്റ്റേറ്റിൻ്റെ ആർട്സ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏത് ആർട്ട് ഫോം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വരണം. Then group them together. Write these names of people, places, animals and things in the correct boxes. ഇവിടെ എന്ത് എഴുതുക? ഫേമസ് ലീഡേഴ്സിൻ്റെ ആൻഡ് എൻഡേഞ്ചേർഡ് ആനിമൽസ്, സിറ്റീസ് ഓഫ് ദ വേൾഡ്, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ്? ഇത്രയും കാര്യങ്ങൾ അവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. അതിൽ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. ഫേമസ് ലീഡേഴ്സ് എന്ന ഹെഡ്ലൈനിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ പേരൊക്കെ നമ്മൾ എഴുതുക. പിന്നെ എൻഡേഞ്ചേർഡ് ആനിമൽസ്, ഡേഞ്ചറസ് അല്ലാത്ത ആനിമൽസിൻ്റെ എന്താണ്? എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ദെൻ സിറ്റീസ് ഓഫ് ദ വേൾഡ്, വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള സിറ്റീസിൻ്റെ പേര്. ദെൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ മീൻസും അവിടെ എഴുതുക. ഗ്രൂപ്പ് ചെയ്ത് ഒരേ സംഭവങ്ങളെ എഴുതുകയാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാമല്ലേ? അപ്പോൾ നിങ്ങളുടെ എക്സാം ആണ് ഫെബ്രുവരി 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുക. പരമാവധി ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം. ഗൂഗിൾ ഫോം ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആണല്ലോ. അപ്പോൾ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നന്നായി പഠിക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം,
ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ആൻഡ് GK രണ്ടിൻ്റെയും നോട്ട് മുഴുവൻ, അതായത് സെമസ്റ്റർ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ തൊട്ട് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത പോർഷൻ വരെ എടുത്തിട്ടുള്ള നിങ്ങളുടെ നോട്ട്സ് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. നിങ്ങളുടെ GK ആൻഡ് സയൻസ് നോട്ട്സ്. എന്താണ് മോനെ ആദിത്? ഫുള്ളാണല്ലേ? സോ അത് രണ്ടും എന്ത് ചെയ്യാം? പേഴ്സണൽ വാട്സപ്പില് മിസ്സിന്റെ പേഴ്സണൽ നമ്പർ, ഗ്രൂപ്പിൽ വേണ്ട, ഗ്രൂപ്പിലാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് എല്ലാവർക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, മുഴുവൻ പേരും ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഇന്ന് തന്നെ നോട്ട്സ് കിട്ടണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നോട്ട് കംപ്ലീറ്റ് അല്ല എന്നുള്ള റീസൺ അല്ല, വേറെ എന്തെങ്കിലും സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാ. ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുടെയും നോട്ട്സ് ഇന്ന് തന്നെ കിട്ടണം. തമാശയല്ല, സീരിയസ് ആണ് സംഭവം. നോട്ട്സ് പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്ത് തരിക. ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പോ, അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ എന്ത് ചെയ്യുക, എല്ലാവരുടെയും നോട്ട്സ് ഫിനിഷ് ആയിട്ട് എൻ്റെ വാട്സപ്പിൽ തരണം, GKയും സയൻസും. ഓക്കെ, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? റിലു വേഗം ടാറ്റ പറഞ്ഞു വിടുകയാണല്ലേ റിലു? റിലു വേഗം റിലുവിന് ഇപ്പൊ മടിയാണല്ലേ? മടിയുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ദെൻ എന്ത് ചെയ്യാ, നോട്ട് എല്ലാവരും എന്ത് ചെയ്യാ, സെൻഡ് ചെയ്യാ. മുഴുവൻ പേരും ക്ലാസ്സിലുണ്ടായിരുന്ന നജ ഫാത്തിമ, നിദ ഫാത്തിമ എല്ലാവരും. ഓക്കെ, ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആവുന്നതുകൊണ്ടാണ് രണ്ടുപേരുടെ പേരും ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തത്. ക്ലാസ്സിൽ ആബ്സെന്റ് ആണ് എന്നുള്ളത് നോട്ട്സ് ഇല്ല എന്നുള്ളതിന് ഒരു റീസണേ അല്ല. എന്താണ് ജുവൽ ആൻഡ് ജോമൽ? നോട്ട്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പിൽ തരുന്നുണ്ട്, ക്ലാസ് കറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ജുവൽ ആൻഡ് ജോമൽ? മിസ്സിന്റെ നമ്പർ തരുവോ? ഓക്കെ, മിസ്സിന്റെ നമ്പർ ഇനിയിപ്പോ നമ്പർ തരാനുള്ള ടൈമിൽ നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ഗ്രൂപ്പിലേക്ക് നോട്ട്സ് ഒക്കെ സെൻഡ് ചെയ്യുന്നത് സയൻസിന് ഇന്നലെ അല്ലേ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ തന്നിട്ടില്ലേ നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ? യെസ്, ഇന്നലെ സയൻസിന്റെ നോട്ട് സെൻഡ് ചെയ്ത നമ്പർ ഉണ്ട്, അതാണ് എൻ്റെ നമ്പർ. ലാസ്റ്റ് 3015 ഉള്ള ഒരു നമ്പർ ഉണ്ട്, അതാണ് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ. എനിക്ക് ഒറ്റ ഒരു നമ്പറേ ഉള്ളൂ, അതാണ് എൻ്റെ നമ്പർ. സോ എല്ലാവരും എന്ത് ചെയ്യാം, ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം.